ഭക്തമനസ്സുകളിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന കാനത്തൂരപ്പൻ, വിരാട് പുരുഷഭാവത്തിലുള്ള ആദിനാരായണൻ, ചക്രവർത്തി സ്വരൂപത്തിലുള്ള സാക്ഷാൽ മഹാവിഷ്ണു, പരശുരാമൻ പൂജിച്ച പുണ്യവിഗ്രഹം. തേജോമയന്മാരായ ഇന്ദ്രാദി ദേവന്മാർ ദൈവത്തിൻ്റെ കൈകളായി, ദിക്കുകൾ ചെവികളായി, ശബ്ദം ശ്രവണേന്ദ്രിയമായി, വായ അഗ്നിയായി, അന്തരീക്ഷം കണ്ണുകളായി, സൂര്യൻ നയനേന്ദ്രിയമായി, രാത്രിയും പകലും കൺപോളകളായി, ജലം നാവായി, രസം ജിഹ്വേന്ദ്രിയമായി, വേദങ്ങൾ ശിരസായി, യമൻ ദംഷ്ട്രയായി, സ്നേഹകലകൾ പല്ലുകളായി പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ വിരാട് പുരുഷരൂപം. ഈ അദ്വിതീയ തത്വചിന്തയും ദൈവിക ഭാവവുമാണ് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തെ അതിവിശിഷ്ടമാക്കുന്നത്. സർവാഭീഷ്ടവരദായകനായ മഹാവിഷ്ണു, ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ. കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്താൻ സാധിച്ചാൽ അത് ജീവിത പുണ്യം. കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം പ്രസിദ്ധമാണ്. പുതുവത്സര ദിനത്തിൽ കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം നടന്നു. ആത്മസമർപ്പണത്തിൻ്റെ 1,00,000 തിരുനാളങ്ങൾ ഭക്തമനസ്സുകൾ നിർവൃതിയോടെ സമർപ്പണത്തോടെ തെളിയിച്ചു. കാനത്തൂർ ക്ഷേത്ര തിരുനടയിലെ ദീപസ്തംഭത്തിൽ ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി. പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ മുഖ്യാതിഥിയായിരുന്നു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ PK മധുസൂദനൻ, കോർപ്പറേഷൻ കൗൺസിലർ P മഹേഷ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CV അനീഷ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PK ജയകൃഷ്ണൻ, PV വേലായുധൻ, CT രാജീവൻ, TK പ്രശാന്ത്, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലക്ഷദ്വീപനാളങ്ങൾ തെളിഞ്ഞതോടെ ക്ഷേത്ര പരിസരം പ്രഭാപൂരിതമായി. കണ്ണിനും മനസ്സിനും ഒരുപോലെ ഭക്തിയുടെ പരമാനന്ദം പകർന്നു നൽകിയ ദീപനാളങ്ങൾ. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.